അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവർ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാണ്. ഇവർ ഹൈ ഇൻ്റലിജൻ്റ് ആണ്. അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് വളരെ സ്ട്രോങ്ങും ആണ്. നേരെ അവർ സംസാരിക്കുകയും ചെയ്യും. കള്ളം ഇഷ്ടമല്ല. ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഒരു ബിഗിനേഴ്സാണ്. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരുമാണ്. അതുകൊണ്ട് ആരുടെ മുന്നിലും വലുതായിട്ട് നിങ്ങൾ താഴ്ന്നു കൊടുക്കാറില്ല. നല്ല ഹീലിംഗ് നേച്ചർ ഉള്ളവരാണ്. മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്. പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് കുറേ ശത്രുത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ദാമ്പത്യത്തിലായാലും അതുപോലെ കൂട്ടുകാരുടെ ഇടയിലായാലും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ മിസ്സായിട്ടുണ്ടാവും. പല സമയത്തും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് തണുക്കുകയും ചെയ്യും. പക്ഷേ ഈ ആദ്യത്തെ ദേഷ്യപ്പെടൽ കാരണം, ഈ ഇംപേഷ്യൻസ് കാരണം പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരേ സമയം നിങ്ങൾ പലതും തുടങ്ങും, പക്ഷെ പൂർത്തിയാക്കാൻ നന്നായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ട്. റിലേഷൻഷിപ്പിൽ ബ്ലണ്ട് വേർഡ്സ് കൊണ്ട് നല്ല ഹേർട്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്രിസിയേഷൻ കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയും ചെയ്യും. കാരണം അശ്വതി നക്ഷത്രം പൊതുവെ ഫയർ പ്ലസ് സ്പീഡ് പ്ലസ് ട്രൂത്ത് ആണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2025 റിലേഷൻഷിപ്പിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജോബിലാണെങ്കിലും മണി ബേസ്ഡ് ആണെങ്കിലും ഒരു സ്റ്റാഗ്നേഷനൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എത്ര ശ്രമിച്ചാലും ഒരു റിസൾട്ട് ഇല്ല എന്നൊരു ഫീൽ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ഓവർ തിങ്കിങ്, മെൻ്റൽ എക്സോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ചിലർ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിട്ടുണ്ടാവും. പോരാത്തതിന് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള എന്തോ സർജറിയൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതെന്തായാലും റിക്കവറായിട്ട് എന്തായാലും വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ഡിസംബറിൽ കുറച്ച് പീസ്ഫുൾ തന്നെ ആയിരുന്നു. ഈ കഴിഞ്ഞ നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ കുറച്ച് പീസ്ഫുൾ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾ കാണിച്ചൊരു മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടാവും. കാരണം ശനിയും രാഹുവും രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു. കാരണം കർമ്മ ക്ലിയർലി നടക്കുന്ന ഒരു വർഷം കൂടിയായിരുന്നു. അതുകൊണ്ട് ഈഗോ നിങ്ങളുടെ ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങളുടെ പേഷ്യൻസും പ്രകൃതി നിങ്ങളെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2025 ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ഇയറും ആയിരുന്നു. അതൊരു റിവാർഡ് കിട്ടുന്ന ഇയറൊന്നും ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ 2026 അക്ഷയ നക്ഷത്രക്കാർക്ക് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. 2026 നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ആവും. പോരാത്തതിന് നല്ലൊരു റിലീഫ് ഇയറും കൂടി ആയിരിക്കും. ലൈഫ് സ്ലോലി കുറച്ച് മൂവ് ആവാൻ എന്തായാലും തുടങ്ങും. നിങ്ങൾ എപ്പോഴും അത്യാവശ്യം രാത്രി വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എന്തായാലും മെച്ചപ്പെടും. കാരണം നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ വളരെ കൂടുതലാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ എന്തായാലും മരിച്ചു പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ രാത്രി ജോലി പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജനുവരിയിൽ എന്തായാലും ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും. 2026 ജനുവരിയിൽ എന്തായാലും ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ക്ലാരിറ്റി എല്ലാം സ്ലോലി നിങ്ങൾക്ക് വന്നു തുടങ്ങും. ഒരു മെൻ്റൽ ക്ലാരിറ്റി എല്ലാം സ്ലോലി നിങ്ങൾക്ക് എന്തായാലും വന്നു തുടങ്ങും. പോരാത്തതിന് പഴയ ആൾക്കാരായിട്ട് വീണ്ടും കോണ്ടാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് വേറെ റിലേഷൻഷിപ്പിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉറങ്ങാനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രമിക്കേണ്ടത്. പോരാത്തതിന് ജനുവരിയിൽ ഞാൻ ഇനിയും താമസിക്കണോ, ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും വരും. എന്തായാലും കുറച്ചും കൂടി ക്ഷമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഫെബ്രുവരി മാസത്തിൽ എന്തായാലും പുതിയ ഐഡിയാസ് വരും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഡിസ്കഷനിൽ നിങ്ങൾക്കാണ് ഫേവറബിൾ ആവാൻ സാധ്യത വളരെ കൂടുതൽ. പാസ്റ്റ് റിലേഷൻഷിപ്പിൽ മെമ്മറി അതെന്തായാലും നല്ല രീതിയിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത ഫെബ്രുവരിയിലും ഉണ്ട്. അതുകൊണ്ട് അതിലെന്തായാലും ഒന്ന് തടയിടുന്നത് നല്ലത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തടയിടാൻ സാധിക്കില്ല. കാരണം ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് അതുമാത്രമായിരിക്കും. സാമ്പത്തികം സ്ലോലി എന്തായാലും നിങ്ങൾക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫെബ്രുവരിയിൽ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. മാർച്ച് മാസത്തിൽ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായാലും നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. കരിയറിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ്, ഒരു നല്ല മൂവ്മെൻറ്റും ഉണ്ടാവും. അതോറിറ്റിൻ്റെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. പോരാത്തതിന് പുതിയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാർച്ചിൽ എന്തായാലും ഉണ്ടാവും. പഴയതും നടക്കുന്നുണ്ടാവും, പക്ഷെ എന്നാൽ പുതിയൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു അട്രാക്ഷൻ
ഒരു അട്രാക്ഷനാണ് ഉദ്ദേശിച്ചത്, അട്രാക്ഷനാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് എന്തായാലും മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഇമോഷണലി നിങ്ങൾ കൺഫ്യൂസ് ആവും. ഞാൻ എന്തായി ചെയ്യുന്നത്, ഞാൻ എങ്ങോട്ടായി പോകുന്നത് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് പുതിയ അട്രാക്ഷൻ ഉണ്ടായതും പഴയ കാമുകനോ കാമുകിയോ വന്നതും എന്തായാലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ റിയാലിറ്റിയും അവരായിട്ടുള്ള റിയാലിറ്റിയും തമ്മിൽ നല്ല അന്തരം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. പോരാത്തതിന് സ്ട്രെസ്സ് കൂടാനും സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നിങ്ങൾ ഈഗോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. 2026 മെയ് മാസത്തിൽ അങ്ങനെയല്ല, നല്ലൊരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പോരാത്തതിന് പുതിയ ലേണിംഗ് സ്കില്ല് ഗ്രോത്ത്, പുതിയ പഠനം എന്തായാലും നിങ്ങൾ തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എന്തായാലും നല്ല രീതിയിലുണ്ടാവും. പോരാത്തതിന് ഇപ്പോഴത്തെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരായിട്ടൊരു റൊമാൻറ്റിക് സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് മെയ് മാസം വളരെ ലക്കി ആയിട്ടുള്ളൊരു മന്താണ്. അതുകൊണ്ട് ആ സമയത്ത് ലക്കി ആയിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലെല്ലാം വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ മാസത്തിൽ നിങ്ങൾ എന്തായാലും ഒരു റീലൊക്കേഷൻ ചേഞ്ച് എന്തായാലും ഉണ്ടാവും, ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും. ചിലപ്പോൾ ഉള്ള ജോലി പോവുകയായിരിക്കും, വേണിച്ച് ജോലി മാറുകയായിരിക്കാം. എന്തായാലും ഒരു ട്രാവൽ എന്തായാലും നിങ്ങൾക്ക് അനിവാര്യമായിട്ടാണ് കാണുന്നത്. പോരാത്തതിന് ഇമ്പോർട്ടൻ്റ് കോള്, മെസ്സേജ് ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു മെൻ്റൽ റിലീഫ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജൂൺ മാസത്തിൽ ഉണ്ടാവുന്നത്. ഡെസ്റ്റിനി എന്തായാലും പുഷ് ചെയ്യുന്നൊരു മാസമാണ് എന്തായാലും ജൂൺ മാസം. 2026 ജൂലൈയിൽ എന്തായാലും ഒരു ഡിസിഷൻ മന്ത് തന്നെയാണ്. ജോബ് ചേഞ്ച് എന്തായാലും ഉണ്ടാവും. പോരാത്തതിന് ആ ചേഞ്ച് ചെയ്യണതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ എന്തിന് ഇങ്ങനെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റി എന്തായാലും ജൂലൈയിൽ വരും. പോരാത്തതിന് ഒരു സീക്രട്ട് എനിമി എന്തായാലും നിങ്ങൾക്ക് ആ മാസത്തിൽ എന്തായാലും ഉടലെടുക്കും. അത് നിങ്ങൾക്ക് എന്തായാലും അറിയില്ല. പക്ഷേ സീക്രട്ട് എനിമി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആരുടെടുത്തും പറയാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് സേഫായിട്ട് പോകും. സൈലൻസ് തന്നെയാണ് നിങ്ങളുടെ പവർ. ആഗസ്റ്റ് 2026 നിങ്ങൾ എന്തായാലും നല്ലൊരു സ്ട്രോങ് എനർജി എന്തായാലും നിങ്ങൾക്കുണ്ടാവും. നല്ല ചിലവ് എന്തായാലും കൂടുതലായിരിക്കും. വരവിനെക്കാട്ടിലും ഡബിൾ കൂടുതൽ നിങ്ങൾക്ക് ചിലവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ടെൻഷൻ അടിക്കേണ്ട, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് അതിൽ ദേഷ്യവും വരും. അതുകൊണ്ട് ആങ്കറും കൊണ്ട് ദേഷ്യം കൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസും എന്തായാലും നിങ്ങൾ ആഗസ്റ്റിൽ അനുഭവിക്കുക തന്നെ വേണം. പോരാത്തതിന് അടി കൂടുതൽ നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ദേഷ്യപ്പെടാം, പക്ഷേ കയ്യേറ്റം പാടില്ല. അത് ഭാവിയിൽ എന്തായാലും ദോഷം ചെയ്യും. സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും കുറച്ച് സ്റ്റേബിളൊക്കെ ആവും. ഒരു ഫാമിലി സപ്പോർട്ട് എന്തായാലും കിട്ടും. ഇമോഷണൽ ബോണ്ടിങ്ങും പാർട്ട്ണറുടെ എന്തായാലും ഉണ്ടാവും. കുറച്ച് ഹീലിംഗ് മന്തും കൂടിയാണ്. ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾ അലൈൻമെൻ്റ് ആയിരിക്കും. പോരാത്തതിന് കരിയറിൽ നല്ലൊരു അപ്രിസിയേഷനൊക്കെ കിട്ടും. വീണ്ടും എനിമീസ് എന്തായാലും ഉണ്ടാവും. കുറച്ച് റെക്കഗ്നിഷനൊക്കെ ഉണ്ടാവും. ഒരു ലോങ് ടേം ഫൗണ്ടേഷൻ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബർ മാസത്തിൽ ഉണ്ടാവും. നവംബർ മാസത്തിൽ വീണ്ടും റിലേഷൻഷിപ്പിൽ എന്തായാലും സീരിയസ് പോസിബിലിറ്റീസ് എന്തായാലും കാണുന്നുണ്ട്. ഒരു കല്യാണ സംസാരമൊക്കെ എന്തായാലും വീണ്ടും ഉണ്ടാവും. ഒരു ഡൈവേഴ്സ് ആയവരൊക്കെ ഉണ്ടെങ്കിൽ, പിരിഞ്ഞ് താമസിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു കല്യാണത്തെ പറ്റി സംസാരമോ ചിന്തിക്കണ ഒരു ടൈമൊക്കെയാണ് നവംബർ മാസം വരുന്നത്. ഇമോഷണലി നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും നിങ്ങൾ നവംബർ മാസത്തിൽ എടുക്കുക. പോരാത്തതിന് അതൊരു കർമ്മ പാർട്ട്ണറാണ് എന്തായാലും നിങ്ങൾക്ക് ആ നവംബർ മാസത്തിൽ വരുന്നത്. ഡിസംബർ മാസത്തിൽ എന്തായാലും ഒരു പീസ്ഫുൾ ക്ലോഷർ തന്നെയാണ്. സേവിങ്സ് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഡിസംബറിലേ ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഞാൻ ചെയ്യണമൊക്കെ ശരിയാണെന്ന് തോന്നലുണ്ടെങ്കിലും ആ ക്ലാരിറ്റി പലപ്പോഴും തെറ്റായി പോവും. പക്ഷെ ഡിസംബർ മാസത്തിൽ ഫ്യൂച്ചറിൽ ക്ലാരിറ്റി ഉണ്ടാവും. 2026 എൻസ് കുറച്ച് ബെറ്റർ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ 2026 മാർച്ചിന് ശേഷമാണ് റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഹൈ ചാൻസ് എന്തായാലും നിങ്ങൾക്ക് കാണുന്നത്. സീരീസ് കണക്ഷൻ എന്തായാലും സെപ്റ്റംബർ മുതൽ നവംബറാണ് നിങ്ങളുടെ പീക്കായിട്ട് നിൽക്കുന്നത്. ഈഗോ പ്ലസ് ഇംപേഷ്യൻസ് എന്തായാലും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും. സാമ്പത്തികവും കരിയറും നോക്കുകയാണെങ്കിൽ എന്തായാലും സ്ലോ സ്റ്റാർട്ട് തന്നെയാണ് ഈ വർഷം ആദ്യം കാണുന്നത്. പക്ഷെ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവസാനമാകുമ്പോൾ നല്ലൊരു ചിലവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല. ആഗസ്റ്റ് മാസത്തിൽ മാത്രം നിങ്ങൾ റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല.
ആ പൈസ അവിടെ തന്നെ ഇരിക്കട്ടെ, ചെലവാക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. 2026 നിങ്ങൾ ചൊവ്വാഴ്ചയിൽ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം എപ്പോഴും റെഡ് കളർ ഡ്രസ്സ് ഇടുന്നത് നല്ലതായിരിക്കും, മറൂണും നല്ലതായിരിക്കും. സൈലൻസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, ആരുമായിട്ട് അടികൂടാനൊന്നും പോകരുത്, ക്ഷമ പഠിക്കുക, അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ വർക്ക് നിങ്ങൾ ഒരേ സമയത്ത് ചെയ്യരുത്, മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ്, നിങ്ങളുടെ ജീവൻ തന്നെയാണ്.